ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ AC ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ ദിവസം വിളിക്കുന്ന കംപ്ലയിൻറ്റ് വരുമ്പോഴുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും പറയുമ്പോൾ AC ഇട്ട് കഴിയുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓഫായി പോകും. AC ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹമ്പൊക്കെ വരുമ്പോൾ ബ്രേക്ക് ഓട്ടുമ്പോൾ ക്ലച്ച് ഔട്ട് ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും. ഇങ്ങനൊരു പ്രശ്നം പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഇരിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. അത് MPFയിലും കാർബറേറ്ററിലും രണ്ട് രീതിയിലാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കണ്ടെങ്കിൽ കാർബറേറ്ററിലാണ് ആ ഒരു പ്രശ്നം. അപ്പോൾ അത് എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വന്നത് ഇപ്പോൾ MPFയിലാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ അടിയിൽ ഐഡിയൽ കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൻ്റെ അടിയിലായിട്ടിരിക്കും. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഇരിക്കണം. പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗം ഇരിപ്പുണ്ട്. അതാണ് ഐഡിയൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. ഈ ഐഡിയൽ കൺട്രോൾ വാൽവിൻ്റെ ആണ് ഈ പ്രശ്നം വന്നത്. ഇത് സ്റ്റക്കാവോ അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാതിരിക്കും. ഇതിൻ്റെ സോളിനോയിഡ് കംപ്ലൈൻറ്റ് വയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് AC ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എഞ്ചിൻ RPM കൂടാണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് AC ഇടുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ലോഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എഞ്ചിൻ RPM കുറച്ച് കയറ്റി കൊടുക്കണം. അത് 1200 കൊണ്ടുവരും. 850 കിടക്കുന്നത് 1200 കൊണ്ടുവരികയാണ് ചെയ്യണത്. പക്ഷേ ഫലത്തിലത് ഒരു 900 നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കാരണം എന്താണ്, ലോഡ് പിടിച്ച് കഴിയുമ്പോൾ നോർമൽ, അതായത് കമ്പനി കണക്കാക്കുന്നത് ലോഡ് ഇല്ലാതെ 1200 ആക്കുമ്പോഴാണ് അത് ആ ലോഡിലേക്ക് വരുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ RPM കൂട്ടുകയാണ് ചെയ്യണത് ലോഡ് കൂട്ടാൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഐഡിയൽ കൺട്രോൾ വാൽവിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരെ കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ അപ്പോൾ ഈ MPFയ്ക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ടാവും. നമ്മൾ രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യില്ല വണ്ടി, രാവിലെ അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്, അതായത് വണ്ടി 2 ദിവസം കിടന്നിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കിടന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കുടച്ചിലായിരിക്കും വണ്ടിക്ക്. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് വിളിക്കാറുണ്ട്. അതായത് തുടക്കം വണ്ടി ചൂടായ കുഴപ്പമില്ല, ചൂടാവുന്നൊരു വൈബ്രേഷൻ കാര്യങ്ങൾ തന്നെ, അതും ഈ ഒരു കാരണം കൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ ഐഡിയൽ കൺട്രോൾ വാൽവ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ MPFയിൽ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിന് ചെയ്യാമെന്നുള്ള ത്രോട്ടൽ ബോഡി ക്ലീനിങ്ങിൻ്റെ വീഡിയോ നമ്മളെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് MPFയ്ക്ക്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യുക, പിന്നെ ഈ വയറിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം. പിന്നെ ഈ മാപ്പിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇതിന് ഓഫായി പോകാൻ സാധ്യത കൂടുതൽ. അതായത് ഈ മാപ്പ് സെൻസറിൽ ഇതിന് മുമ്പ് നമ്മൾ സെൻസറിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഇതിന് വല്ല ലീക്ക് വരും, ഇത് ട്യൂബ് ഓസ് പൊട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ഇതിന് വരാറുണ്ട്. പക്ഷേ ഇത് വരുന്നത് റെയറെന്നല്ല, ഈ ഗ്രാജുവലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുകൊണ്ടാണ് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പൊടുന്ന തന്നെ വരുന്നത് നമ്മുടെ കാർബറേറ്റർ സെല്ലിലാണ്. കാർബറേറ്ററിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത് വാക്വം കൺട്രോൾ വെച്ചിട്ടാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് പ്രധാന ഭാഗം ഒരു വാക്വം കൺട്രോളറായിട്ടുള്ള ഒരു 3-way വാൽവ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഡയഫ്രം ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് അത് നോക്കാം. അതിനത് നിസ്സാരം ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കാർബറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഇവിടെ കാണിച്ചു തരാം. കാരണം ഇതിനകത്ത് ഇതാണ് ഈ 3-way വാൽവ് എന്ന് പറഞ്ഞ ഭാഗം. അതുകൊണ്ട് ഇതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ AC ഇടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇടുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ ഇതിനകത്തേക്ക് സപ്ലൈ കയറിയിട്ട് ഇതിനൊരു വാൽവ്, സോളിനോയിഡ് വാൽവാണ്, ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3-way വാൽവായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇത് നേരെ പോയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു ഡയഫ്രത്തിലേക്കാണ്. ഈ പൈപ്പ് ഉണ്ടത്, ഈ പൈപ്പ് പോയേക്കണേ ഇതിൻ്റെ ബാക്കിൽ ഇത് ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഒരു ഡയഫ്രത്തിലേക്കാണ് ഇത് പോയേക്കണേ കേട്ടോ. അതിൻ്റെ കാണാൻ പറ്റും. ഈ ഒരു ഡയഫ്രത്തിലേക്കാണ് ഈ പോയേക്കണേ. ഈ ഡയഫ്രത്തിലേക്ക് ഈ വാക്കത്തിനെ ഇത് ചെയ്യണം. അപ്പോൾ ഈ വാക്കും ഇതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഈ ഡയഫ്രം ഇത് പൊന്തും. ഇത് പൊങ്ങിയിട്ട് ഇതിങ്ങനെ പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിന് RPMത്തിന് ഇതിന് വലിച്ചു പിടിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ വണ്ടിയിൽ പോയി കിടക്കുകയാണ്. പക്ഷേ ശരിക്കും അതങ്ങനെയാണ്. അതായത് ഈ ആക്സിലേറ്ററിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിടിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ വാക്കും എടുക്കാനായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിൻ്റെ മാനിഫോൾഡറിൽ നിന്നാണ്, ഇൻടേക്ക് മാനിഫോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഈ വാക്കത്തിൻ്റെ ഓസ് പോയേക്കണത്. കണ്ട, ഈ ഓസ് നേരെ പോയിട്ട് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഓസ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണോട്ടോ. പലയിലും ഇവിടെ വന്നൊക്കെ ഈ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന പല വണ്ടികളും കണ്ടേക്കണം ഈ ഓസ് കുത്തിയത് മാറിപ്പോയിട്ടാണ്. ഈ ഓസ് ശരിക്കും പറഞ്ഞാൽ 3-way വാൽവിൻ്റെ ഈ സൈഡിലാണ് കുത്തണ്ടേ. അത് ഈ ഒരു രീതിയിൽ കുത്തണം. ഡയഫ്രത്തിൽ നിന്ന് വന്നേക്കണതും ഈ സൈഡിലും കുത്തണം. അപ്പോൾ നമ്മൾ മാനിഫോൾഡറിൽ നിന്ന് വന്നേക്കണം ഈ ഒരു പൈപ്പ്, അതായത് ഈ മാനിഫോൾഡറിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു പൈപ്പ്, ഈ കാണുന്ന ഈ പൈപ്പ് ഞാൻ പിടിച്ചേക്കണ പൈപ്പ് നേരെ കൊണ്ടുവന്ന് ഇവിടെയാണ് കുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുമ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ നോക്കുക. കാർബറേറ്റർ വണ്ടിയിലാണെങ്കിൽ ഇങ്ങനെയാണോ കൊടുത്തേക്കണം നോക്കുക. ഇവിടെ നിന്ന് ഇത് നേരെ ഡയഫ്രത്തിലേക്കും പോയേക്കണം. പിന്നെ ഈ സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത്, അതായത് 3-way വാൽവ് എന്ന് പറയുന്ന സാധനം, ഇത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു ഫിൽറ്ററാണ്, വെറുതെ ഒരു എയർ വലിച്ചേരാൻ. അതായത് ഇതിനകത്ത് വാക്വം പിടിച്ച് നിൽക്കുകയായിരിക്കുള്ളൂ. വാക്വം പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ AC ഓഫ് ആവുന്ന സമയത്ത് ഇത് വിട്ടുപോകും. ഇത് വിട്ടുപോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെയാവും, ത്രൂ ആവും. അതായത് ഇതിനകത്ത് ഈ ഒരു പോയിന്റിലേക്കാണ് വന്നത്. 3 ലൈനാണ്. ഈ ഒരു പോയിന്റിലേക്കാണ്, ഇതാണ് നമ്മുടെ ഇത് വരേണ്ടത്, അതായത് കൺട്രോൾ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ ഇതിനകത്ത് കൂടി ഇങ്ങനെ വാക്വം ചെല്ലും.
ഇപ്പം നോർമലി എന്തായിരിക്കും ഇത് ഇങ്ങനെ ആയിരിക്കും കിടക്കണേ, അതായത് ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്, അത് എയർ ഇതിൽ കൂടി കയറി പോകുന്ന ഒരു കണ്ടീഷനിലായിരിക്കും കിടക്കണേ. നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനെ ക്ലോസ് ചെയ്യും, ഇങ്ങനെയുള്ള ഇത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയാവും. അപ്പോൾ ഇവിടെ നിന്നുള്ള വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് വാക്വം ഈ മാനുഫാക്ചർ വലിക്കും, ഇതിനകത്തുള്ള എയർ വലിക്കും, വാക്വം ക്രിയേറ്റ് ചെയ്യും, ഇത് പൊങ്ങിയേക്കും. വിടുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ആവും, ഈ ലൈൻ ക്ലോസ് ആയിട്ട് ഇതിനകത്ത് നിന്ന് എയർ ഇങ്ങോട്ട് കയറും. കാരണം ഇവിടെ ഓപ്പൺ ആയില്ല, ഈ എയർ ഇങ്ങനെ കയറിയിട്ട് ഇവിടുത്തെ വാക്കത്തിന് റിലീസായി പോകും, അതിന് എയർ വലിച്ചേറ്റിക്കുന്ന വാക്വം റിലീസാവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഇതാണ് എ സി ആയിട്ട് ബന്ധപ്പെട്ട ആകെ ഒരു ഭാഗം ഈ 3-way വാൽവാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യം അത്രേ ഉള്ളൂ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശരിക്കും ഒരു യൂണിറ്റ് ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട് ആ സാധനം. ഇത് കണ്ട, ഇത് വിട്ട് കിടക്കണം, ഞാനിപ്പോൾ എടുത്തിട്ടേക്കാം. ഇതിങ്ങനെ എനിക്ക് കിടക്കുക, കണ്ട ഇതുപോലെ കിടക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്ക്രൂ കാണാൻ പറ്റുന്നത്, ഈ കാണുന്ന എൻ്റെ കയ്യിൽ കാണുന്ന സ്ക്രൂ ഞാൻ പിടിച്ചായിരുന്നു. ഈ സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്കൂട്ടറായിട്ട് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ RPM കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതായത് വണ്ടി നമ്മൾ എ സി ഓൺ ചെയ്തിട്ട് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ RPM കുറച്ച് കയറ്റി വയ്ക്കുക. നമ്മൾ എ സി ഓഫ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഐഡിയൽ RPMത്തിലേക്ക് വരികയും ചെയ്യും. അവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പിന്നെ ഇതിനകത്ത് വണ്ടിയുടെ മെയിൻ RPM കൂട്ടുന്നത് കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ സ്ക്രൂ ഉണ്ടാവും, ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കൈ പോയേക്കണതിൻ്റെ ഇവിടെയായിട്ട് കാണാൻ ഇച്ചിരി പാടാം. അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇടയിൽ വലിയ സ്ക്രൂ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അടിയിലായിട്ടൊരു സ്ക്രൂ ഉണ്ടാവും, കൈ കൊണ്ട് തിരിക്കാവുന്നൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ തിരിച്ച് ഇതിൻ്റെ RPM അങ്ങോട്ടും കൂട്ടുകയും ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളുണ്ടാണ്ട് ഇത് തന്നെ. അപ്പോൾ ഇത് ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കാറുണ്ട്, ഇതെന്താണ് ഇങ്ങനെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് 3-way വാൽവ് ഇന്ന സ്ഥലത്ത് ഇന്നത് നോക്ക്, ആ ട്യൂബ് ഇങ്ങോട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു രക്ഷയും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കാർബറേറ്ററും ചെയ്യാം. നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ടോട്ടൽ ബോഡി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതായത് അതിൻ്റെ ആ MPFI വണ്ടിയുടെ ഈ പ്രശ്നം മാറ്റാൻ പറ്റും. MPFIയിലും ഇതിനകത്തും ആകെയുള്ളൊരു പ്രശ്നം ഇത് തന്നെയെന്ന് വെച്ചാൽ 3-way വാൽവ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ഐഡിയൽ കൺട്രോൾ വാൽവിൻ്റെ ആക്ടിവേറ്റർ എന്ന് പറയും. അതായത് ആ സോളിനോയിഡ് കംപ്ലയിൻ്റ് ആയാലും വയറിങ്ങിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ വയറിങ്ങിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഈ പ്രശ്നം കാണിക്കും. അപ്പോൾ നമ്മളതൊക്കെ ചെക്ക് ചെയ്യണം. പക്ഷേ പൊതുവേ കണ്ടേക്കണതിൽ ഈ ടോട്ടൽ ബോഡി സ്റ്റക്ക് ആവുന്ന ഒരു പ്രശ്നം, പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ ബോഡിയുടെ ഐഡിയൽ കൺട്രോൾ വാൽവ് സ്റ്റക്ക് ആവുന്ന ഒരു പ്രശ്നം, പിന്നെ അതുപോലെ തന്നെ 3-way വാൽവ് കംപ്ലയിൻ്റ് ആവുന്ന ഒരു പ്രശ്നം. മിക്കവാറും ട്യൂബ് ഊരി കിടക്കായിരിക്കുള്ളൂ, അങ്ങനെയാണ് കണ്ടേക്കണേ. ട്യൂബ് ഊരി കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വയർ വിട്ട് കിടക്കുക, അല്ലെങ്കിൽ 3-way വാൽവ് പോവുക. 3-way വാൽവ് നമുക്ക് ഇഷ്ടം പോലെ 800 രൂപ കണ്ട വിലയുണ്ട് കേട്ടോ. സാധനം മേടിക്കാൻ കിട്ടും, സ്ക്രാപ്പിലൊക്കെ ചെന്നാൽ കിട്ടുന്ന സാധനമാണ്. ഈ സെൻറ്റിനൊന്നല്ല കേട്ടോ, ഒരു സാൻഡ്രോയിൽ കുറേ ഒരുമാതിരിപ്പെട്ട വണ്ടിയിലൊക്കെ ഈ സെയിം സിസ്റ്റമാണ്, സെയിം രീതിയാണ് എല്ലാത്തിലും. വേഗണർ, ആൾട്ടോ എല്ലാത്തിനും ഈ രീതിയാണ്. അതൊക്കെ പിന്നെ MPFI ആണ്. MPFIയിലെല്ലാം ഈ ഐഡിയൽ കൺട്രോൾ വാൽവ് വഴിയാണ് ഈ പരിപാടികൾ ചെയ്യണത്. അപ്പോൾ ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്താൽ ആ പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വിശദമായിട്ട് അടുത്തൊരു കംപ്ലയിൻ്റൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.